മാഷ് എവിടുന്നാ? എൻ്റെ ഒരു ബന്ധു സുഖമില്ലാതെ ആശുപത്രിയിലാ, ഒന്ന് കാണാൻ പോയതായിരുന്നു. എന്ത് പറ്റിയതാ? അത് തലയ്ക്കകത്ത് ചെറിയൊരു മുഴ, നാളെ ഓപ്പറേഷനാ. പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വലിയ ടെൻഷനായിരുന്നു. ഇപ്പോൾ ഇത്തരം സർജറികളൊക്കെ വലിയ വിജയമാണ്. വൈദ്യശാസ്ത്രം അത്ര കണ്ട് വളർന്നല്ലോ. വൈദ്യശാസ്ത്രം ഒരുപാട് വളർന്നിട്ടുണ്ട് സത്യമാണ്. പക്ഷെ നമ്മുടെ ആളുകളുടെ ബോധം അന്നന്ന് താഴേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ മാഷെ അങ്ങനെ? ഞാൻ ഈ പറഞ്ഞ കക്ഷിക്ക് തലവേദന തുടങ്ങിയിട്ട് 2-3 കൊല്ലമായി. ഇക്കാലം അത്രയും മെഡിക്കൽ ഷോപ്പിൽ പോയി വേദന സംഹാരികൾ വാങ്ങി കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഗുളിക കഴിക്കുമ്പോൾ വേദന കുറയും, പിന്നെയും വേദന വരും, പിന്നെയും കഴിക്കും. ഈ പെയിൻ കില്ലറൊക്കെ തോന്നും പോലെ വാങ്ങി കഴിക്കുന്നത് നല്ലതാണോ? അത് മാത്രം മതി ആരോഗ്യം തകരാൻ. അല്ല, ഇനി തകരാനൊന്നും ബാക്കിയില്ല. കിഡ്നിക്ക് വരെ പ്രശ്നമുണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. ഇതിൻ്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു ഡോക്ടറെ കണ്ടാൽ പോരായിരുന്നോ? ചെറിയ തലവേദന മുതൽ എന്ത് വേദന വന്നാലും ഉടനെ ഒരു ഗുളിക എടുത്ത് കഴിക്കുന്ന ശീലം കുറച്ചു പേർക്കെങ്കിലും ഉണ്ട്. കടകളിൽ സുലഭമായി ലഭിക്കുന്ന വേദന സംഹാരികളാണ് പലപ്പോഴും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. എല്ലാ മരുന്നുകൾക്കും അതിൻ്റെതായ പാർശ്വഫലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി വേണം അത് ഉപയോഗിക്കാൻ. ഇത്തരം മരുന്നുകൾ അനാവശ്യമായി കഴിക്കുന്നത് ഭാവിയിൽ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. വേദന സംഹാരികൾ വേദനയെ സംഹരിക്കുന്നതോടൊപ്പം ജീവനെ തന്നെ സംഹരിക്കുന്ന അവസ്ഥ ഒഴിവാക്കേണ്ടതല്ലേ? അതിനാൽ ഏത് തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ പാടുള്ളൂ. അതല്ലേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്? ലെറ്റ് us change.